ഇപ്പോൾ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കൊപ്പം നമ്മുടെ പ്രതിനിധി ഷിനോജ് കൂടി ചേരുന്നു. സ്കൂട്ടർ പാതി വിലയ്ക്ക് നൽകുന്ന ആ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയിൽ നേരത്തെ നമ്മൾ പങ്കുവച്ചതാണ്. ഷിനോജിലേക്കാണ്. ഷിനോജ്, ഗുഡ് മോർണിംഗ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? മോത്തി NGO ഫെഡറേഷൻ്റെ അഡ്വൈസറി ബോർഡിൻ്റെ ഉപദേശകനായിട്ട് അതിൻ്റെ നേതാവായിട്ടാണ് ഇദ്ദേഹത്തെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ വച്ചിരുന്നത്. ആ തരത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് തട്ടിപ്പ് നടത്താനുള്ള ശ്രമമായിരിക്കും ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ഈ സംഘം നിങ്ങളോട് പറഞ്ഞിരുന്നത്? ഞാൻ സായി ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആനന്ദകുമാറിനെ ദീർഘകാലമായിട്ട് അറിയാം. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളൊരു NGO ഫെഡറേഷൻ ഉണ്ടാക്കുന്നുണ്ട്, NGOസിൻ്റെ ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ട്, സാറിൻ്റെ പേര് അതിൽ ഉപദേശകനായിട്ട് വച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ NGOs എല്ലാം ചാരിറ്റിയൊക്കെ ചെയ്യണ ആൾക്കാരാണല്ലോ, എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഉപദേശകനായിട്ട് വെക്കണേ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പേര് അഡ്വൈസറായിട്ട് വെച്ചു. പക്ഷേ ഇന്ന് വരെ ഒരു NGOയോ ആനന്ദകുമാറോ എൻ്റെ അടുത്തൊരു അഡ്വൈസും ചോദിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ കേട്ടു ഇപ്പോഴത്തെ ഈ തട്ടിപ്പ് കേസിനെ കുറിച്ച്. അതായത് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ അടുത്ത് നിന്നൊക്കെ പണം പിരിക്കുന്നതായിട്ട്, വേറെ NGO ഒക്കെ പിരിക്കുന്നതായിട്ട് കേട്ടു. അപ്പോഴും ഞാൻ ആനന്ദകുമാറിന് മെസ്സേജ് അയച്ചു, എന്നെ ഈ സംഘടനയിൽ നിന്ന് മാറ്റണം, എനിക്ക് ഉപദേശകനായിട്ട് തുടരാൻ ആഗ്രഹമില്ല, ഇത് തെറ്റായ നടപടിയാണെന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു. അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ ജൂൺ ജൂലൈയിലോ മറ്റാണ് ഞാൻ അയാളെ അറിയിച്ചു. അയാൾ പറഞ്ഞ് സമ്മതിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും യോഗത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും മീറ്റിങ്ങുകളിലോ? ഇല്ല, ഞാൻ NGO ഫെഡറേഷൻ്റെ മീറ്റിങ്ങിനൊന്നും പോയിട്ടില്ല. 1-2 പബ്ലിക് മീറ്റിങ്ങുകൾക്ക് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട്. അതല്ലാതെ എനിക്കറിയില്ല സംഘടനയെക്കുറിച്ച് വേറൊന്നും. പോയ മീറ്റിങ്ങുകളിൽ ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള അനന്തകൃഷ്ണനും അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഈ പ്രതി ഒരു താടിക്കാരനായിട്ട് പ്രസംഗിക്കാൻ അവിടെ വന്നായിട്ടാണ് ഈ പത്രത്തിൽ പടം കാണുമ്പോൾ അയാളെ താടി കാണുന്നില്ല. ഒരു താടിക്കാരൻ ഇതുപോലത്തെ ഒരാളുണ്ടായിരുന്നു അതിൽ പ്രസംഗിക്കാൻ ഒരാൾ. അയാൾ സ്വാഗതം പറയണ എപ്പോഴും അയാളായിരുന്നു. 2 മീറ്റിങ്ങിന് അയാളെ കണ്ടിട്ടുണ്ട്. അതല്ല, എനിക്ക് അയാളെ പരിചയമില്ല. ഈ പറയുന്ന കുറേ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ തട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, പ്രമീള ദേവി, രാധാകൃഷ്ണനൊക്കെ, അവരൊക്കെ ഈ മീറ്റിങ്ങിലുണ്ടായിരുന്നു? ഇല്ല. ഞാനുണ്ടായിരുന്ന മീറ്റിങ്ങിൽ രാഷ്ട്രീയ നേതാക്കൾ ആരും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ലാലി വിൻസെൻ്റ്, എനിക്കത് ഓർമ്മയില്ല വാസ്തവത്തിൽ. ഞാൻ സെൻട്രസിലെ മീറ്റിങ്, പിന്നെ TDM ഹോളിൽ 2 മീറ്റിങ്, അതോ BTHലോ ആണ്. എനിക്ക് 2 മീറ്റിംഗ് എൻ്റെ ഓർമ്മയുള്ളത്. എനിക്കറിയില്ല ആരൊക്കെ ഉണ്ടായിരുന്നു. ആനന്ദകുമാർ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഇപ്പോൾ ഈ പ്രതിയായിട്ട് വന്നേക്കണ അയാൾ സ്വാഗതം പറയാനുണ്ടായിരുന്നു. അതല്ലാത്തവരെ എനിക്ക് വസതി ഓർമ്മയില്ല ആരൊക്കെയാന്ന്. പക്ഷേ താങ്കളുടെ പേര് ഉപയോഗിച്ചാൽ ഇതിന് കുറച്ചുകൂടി ഒരു വിശ്വാസ്യത കിട്ടുമെന്ന തരത്തിൽ അതുകൊണ്ടായിരിക്കും സംഘം ഇതിനുപയോഗിച്ചത്. എപ്പോഴും ഒരു റിട്ടയർഡ് ജഡ്ജി എന്ന് പറയുമ്പോൾ ആൾക്കാർ, ഉപദേശകൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വല്ല വിശ്വാസം വരുമെന്ന് ഓർത്തായിരിക്കും. എനിക്കത് അറിയില്ല. വസതി ഞാൻ അങ്ങനെയുള്ളൊരു കുബുദ്ധിയൊന്നും എനിക്ക് തിരിഞ്ഞില്ല. ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് NGO സംഘടനകൾ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ ഒക്കുവാണെങ്കിൽ റിട്ടയർ ചെയ്തിരിക്കണേ എനിക്ക് സഹായിക്കാൻ ഇന്ന് ഞാൻ തയ്യാറാണ്. അതല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അവരെൻ്റെ അടുത്ത് ഒരു ഉപദേശവും ചോദിച്ചിട്ടുമില്ല. അതല്ലാതെ ഞാനിപ്പോൾ ഈ പത്രത്തിലൊക്കെ കാണുമ്പോഴാണ് ഈ തട്ടിപ്പിനെ കുറിച്ചൊക്കെ അറിയണേ. പക്ഷേ അന്ന് ഈ സ്കൂട്ടറിന് പണം പിരിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അതിന് പിരിഞ്ഞു. എനിക്കറിയാം അത് തെറ്റാണെന്ന്. അത് ഞാൻ ആനന്ദകുമാറിൻ്റെ അടുത്ത് വാസ്തവത്തിൽ പറയുകയും ചെയ്തു. പണം മടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ ഇടപാട് ചെയ്യണം, തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഒരു തട്ടിപ്പാണ് നടക്കാൻ പോകുന്നത്. തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ CSRനെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. കമ്പനികളുടെ CSR അവർ നേരിട്ട് നടത്തണത്, അല്ലാണ്ട് അത് സംഘടനയ്ക്കിടെ കൊടുക്കാം. പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ സ്കൂട്ടറൊന്നും പകുതി വിലയ്ക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കില്ല. അതാർക്കും അറിയാൻ മേലത്തെ. ഈ 2 യോഗത്തിൽ പങ്കെടുത്തെന്ന് പറയും. അതിൽ വേറെ പങ്കെടുത്ത ഈ പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങനെ ആരെങ്കിലും രാഷ്ട്രീയമായി അങ്ങനെ ആരെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. അതായത് ആ യോഗത്തിൽ അങ്ങനെ മാത്രമല്ല, ഒരു യോഗത്തിൽ മാത്രമേ തയ്യൽ മെഷീനെ കുറിച്ചോ ഈ സ്കൂട്ടറിന് കൊടുക്കുന്നതിനെ കുറിച്ചോ ആരോ കമ്പനിക്കാർ വന്നു, അതിനെക്കുറിച്ച് പരാമർശം ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ NGO ഫെഡറേഷൻ്റെ മീറ്റിംഗ് ആയിരുന്നു, പബ്ലിക് മീറ്റിംഗ് ആയിരുന്നു. NGOസിനെ വിളിച്ചുള്ള മീറ്റിംഗ് ആയിരുന്നു. കേരളത്തിലെ NGOs കുറേ പേരുണ്ടായിരുന്നു. അതല്ലാതെ ഈ സ്കൂട്ടറിൻ്റെയും തയ്യൽ മെഷീൻ്റെയും കമ്പനിയുടെ ആൾക്കാരെ വിളിച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 മീറ്റിംഗ് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കതിൻ്റെ ടേംസോ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അന്ന്. ഏതായാലും ഞാൻ പൈസ ഓരോ സംഘടന പിരിക്കുന്ന കേട്ടപ്പോൾ തന്നെ ഞാൻ അനന്തകുമാറിനോട് പറഞ്ഞു, ഞാനതിനകത്ത് തുടരാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ പേര് മാറ്റാൻ പറഞ്ഞു. ഈ പൈസ പിരിക്കുന്നത് എങ്ങനെ അറിഞ്ഞേ? ആരെങ്കിലും പരാതിയോട് എന്നോടത്ത് ആരോ NGO തന്നെ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ആരോ എന്നെ NGO പറഞ്ഞു, സാറേ സ്കൂട്ടറിന് ഞങ്ങൾ പണം കൊടുത്തു, കിട്ടിയിട്ടില്ല,
ചിലർക്ക് കിട്ടിയെന്നോ കിട്ടിയിട്ടില്ലെന്നോ പറഞ്ഞു. വ്യക്തികൾ അല്ലെ NGO? അപ്പോൾ ഞാൻ പറഞ്ഞു അത് എനിക്ക് ഒരിക്കലും ചെയ്യണ ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞു. ഒരു NGOയ്ക്കും അത് ചെയ്യാൻ അവകാശമില്ല. വസ്തുത എനിക്ക് എന്നാ നടന്നതെന്ന് എനിക്കറിയില്ല. താങ്കളുടെ ഞാൻ ഈ 2 പബ്ലിക് മീറ്റിംഗ് പോയിട്ടുണ്ട്. അഡ്വൈസറായിട്ട് വച്ചു എന്ന് ആനന്ദകുമാർ എന്നോട് പറഞ്ഞു. എനിക്ക് അതിനൊരു കറസ്പോണ്ടൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അഡ്വൈസറായിട്ട് എൻ്റെ അടുത്തൊരു അഡ്വൈസ് ചോദിച്ചിട്ടുമില്ല. ഇതിനെക്കുറിച്ചൊന്നും ഒരു അഡ്വൈസും ചോദിച്ചിട്ടില്ല എന്നോട്. ചുരുക്കി പറഞ്ഞാൽ താങ്കളുടെ പേര് വച്ച് കബളിപ്പിക്കാൻ ശ്രമം നടത്തുകയായിരുന്നു. ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി എന്ന് പറയും. അല്ല, ഒരു ജഡ്ജിയുടെ പേര്, റിട്ടയർഡ് ജഡ്ജിയുടെ പേര് ഒരു സംഘടനയ്ക്ക് ഒരു ക്രെഡിബിലിറ്റി കിട്ടുമായിരിക്കും. അതായിരിക്കും, എനിക്കറിയില്ല. അതൊന്നും ഞാൻ കരുതിയില്ല അങ്ങനെയൊന്നും. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ബന്ധപ്പെട്ട് മൊഴിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ? ഇല്ല, എൻ്റെ അടുത്ത് പോലീസ് ഒന്നും ചോദിച്ചിട്ടില്ല. കാര്യം വെച്ചാൽ ഞാൻ സംഘടനയായിട്ട് എനിക്ക് അങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല. അഡ്വൈസർ എന്ന് വെച്ചാൽ അഡ്വൈസ് ചോദിച്ചാൽ അഡ്വൈസ് കൊടുക്കണമെന്നല്ല ഒന്നുമില്ല. അല്ലാതെ വേറെ ഒരു ഒഫീഷ്യലല്ല ഞാൻ. ഇത്തരത്തിൽ സൂചന തോന്നിയപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അല്ല, എനിക്ക് ആ സൂചനയില്ലെന്നൊന്നും അറിയില്ലായിരുന്നു. ഈ പണം മേടിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ പിരിഞ്ഞു. ഞാൻ കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ അങ്ങോട്ട് എഴുതി കൊടുത്തു. അന്ന് ഞാൻ പരാതിയൊന്നും ഞാൻ കേട്ടിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് മുൻ ഹൈക്കോടതി ജഡ്ജി എന്നൊരു പേര് വച്ച് നടത്താൻ ഉദ്ദേശിച്ചൊരു തട്ടിപ്പായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഈ സീസർ ഫണ്ടുമായി ബന്ധപ്പെട്ട് പണം പിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി. എന്തായാലും വലിയൊരു തട്ടിപ്പിന് അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിക്കുകയായിരുന്നു മോത്തി.